ഗൈസ്, ഞാനിപ്പോൾ നമ്മുടെ ബിനുവാസാൻ്റെ ഗാരേജിലെത്തി. ആശാൻ ഇവിടെ ഒരു SD പണിയുന്നുണ്ടെന്ന് കേട്ട്. ഇവിടെ ഒരു KB100 ഈ ഒരു സൈഡിൽ ഇരിക്കുന്നുണ്ട്, ആരെയും ശ്രദ്ധയപ്പെടാതെ. KLB 4916 ഇതാണ് ആശാൻ പണിതുകൊണ്ടിരിക്കുന്ന വണ്ടിയുടെ നമ്പർ. ഇതാണ് വണ്ടിയുടെ ചേസിൽ ബാഡ്ജിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടിയിലാകെ എയർ ഫിൽറ്റർ ബോക്സും ബാക്ക് മഡ് ഗാർഡും പിന്നെ ഒരു ഷോക്ക് അബ്സർ ഇതിൻ്റെ അല്ല. ഷോക്ക് അബ്സർ ഇവിടെ അഴിച്ചിങ്ങനെ ഇട്ടേക്കണാണ്. ആശാൻ തന്നെ പെയിൻറ്റിങ് ചെയ്ത് പാർട്സ് ആക്കി ഇട്ടേക്കണാണ്. ഇവിടെ ആശാൻ ഷോക്ക് അബ്സർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നൈസ്, അടിപൊളി. വണ്ടിയുടെ എൻജിൻ സൈഡ് ബഫ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഉള്ളിൽ ക്ലീനിങ് ഉണ്ടെന്ന് ആശാൻ പറഞ്ഞത്. വണ്ടിയുടെ ഷോക്ക് അബ്സറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആശാൻ. വണ്ടിയുടെ പെയിൻറ്റിങ് ഇത് തന്നെ കമ്പനി ഇറക്കിയ ഒരു ഡിസൈനിൽ തന്നെ ആശാൻ പെയിൻറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഓൾഡ് മോഡൽ ബുള്ളറ്റിൻ്റെ പാർട്സും ആശാൻ ഇവിടെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗാരേജിൻ്റെ അകത്ത്. ഓൾഡ് മോഡൽ ബുള്ളറ്റിൻ്റെ ഒരു ചേസും നല്ല നീറ്റാക്കി ആശാൻ പെയിൻറ്റിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളി. ആശാൻ്റെ സ്വന്തം വണ്ടി ഇറക്കണ പോലെ തന്നെയാണ്. അത്ര കെയർഫുള്ളായിട്ടാണ് എല്ലാ വണ്ടികളും ഇവിടുന്ന് ഇറക്കണത്. ആശാൻ വണ്ടിയുടെ ടാങ്കും സൈഡ് കവേഴ്സൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. എമിരി പേപ്പറൊക്കെ ഇട്ട് റബ്ബ് ചെയ്ത് കളയുന്നുണ്ട്. ബിക്കോസ് ക്ലിയർ കോട്ട് അടിക്കാൻ വേണ്ടിയാണത്. സ്റ്റിക്കറിങ് വർക്കുള്ളതുകൊണ്ട് തന്നെ ക്ലിയർ കോട്ട് അടിച്ചു കഴിഞ്ഞാൽ കളർ ഫെയ്ഡിങ് വരത്തില്ല. പിന്നെ അതുപോലെ തന്നെ ആർക്കും വന്ന് പൊളിച്ച് കളയാനും പറ്റത്തില്ല. പിന്നെ അതേപോലെ തന്നെ ആ വണ്ടിയുടെ സൈലൻസറിൽ നിന്ന് എടുത്ത കരിയാണിത് ഇത്രയും. പിന്നെ ഹബ്ബും കുറച്ച് പാർട്സൊക്കെ ഇവിടെ. പിന്നെ ഈ റോഡ് കിങ് ഇതിൻ്റെ ഓണർ വേറെ വർക്ക്ഷോപ്പിൽ പണിതിറക്കിയ വണ്ടിയാണത്. പക്ഷേ ഓണർ സാറ്റിസ്ഫൈഡ് അല്ലാത്ത കാരണം നമ്മുടെ ബിനുവാസാൻ്റെ അടുത്ത് അഴിച്ചിട്ടേക്കണേണ് വണ്ടി. ഇതേപോലെ തന്നെ കഴിഞ്ഞ ടൈമിൽ ഞാൻ വന്നപ്പോഴും ഒരു മൈസൂരിൽ നിന്നൊരു CL2 നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ഓണർ കാശ് മുടക്കി പണിതൊരു വണ്ടിയാണത്. ഓവർ ഹീറ്റ് കാരണം ഓടിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ടായി. അപ്പോഴും നമ്മുടെ ബിനുവാസാനാണ് ഫുള്ളും റീസ്റ്റോറേഷൻ ചെയ്ത് കൊടുത്തത്. നമ്മുടെ ബിനുവാസാൻ എൻജിൻ കവറിൻ്റെ അകം ഫുള്ളും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ അതേ വണ്ടിയുടെ ടാങ്കും സൈഡ് കവേഴ്സൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ക്ലിയർ കോട്ട് അടിക്കാനായിട്ട് ഇത് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലിയർ കോട്ട് അടിക്കാൻ പറ്റുള്ളൂ. അതായത് ക്ലിയർ കോട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആശാൻ. ഹാർഡ്നർ മിക്സ് ചെയ്തു. അപ്പോൾ നമ്മുടെ ആശാൻ്റെ ക്ലിയർ കോട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നതാണ് ടാങ്കിലും സൈഡ് കവേഴ്സിലും. ഇതാണ് ആശാൻ്റെ ഒരു ഗ്യാരേജിലുള്ള ഒരു ടോട്ടൽ ലുക്ക് ഇപ്പോഴത്തെ. പിന്നെ ആശാൻ ബഫ് ചെയ്ത് കൊണ്ടുവന്ന എൻജിൻ്റെ അകം ഫുള്ളും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സോപ്പ് വാഷ് ചെയ്യുന്നതാണ്. സോപ്പ് വാഷ് ചെയ്ത് ഓയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നീറ്റാക്കുന്നതാണ്. പിന്നെ ഇത് ഉണങ്ങിയതിന് ശേഷം ആശാൻ എൻജിൻ സെറ്റ് ചെയ്യാൻ തുടങ്ങുള്ളൂ. ഗൈസ്, ഇതിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് വണ്ടിയുടെ കോലം. ഇതാണിപ്പോൾ ഇവിടെ ആശാൻ ഇവിടെ നിൽക്കുന്നുണ്ട്. വണ്ടിയുടെ എൻജിനൊക്കെ ചേസ് കയറ്റി ടയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹാൻഡിൽ, പിന്നെ ഫ്രണ്ട് ഷോക്കും സെറ്റ് ചെയ്തിട്ടുണ്ട് ആശാൻ. പിന്നെ ഹാൻഡിൽ പിടിപ്പിച്ചിട്ടുണ്ട്. ഒറിജിനൽ ഹാൻഡിലാണ്.
ഓക്കെ. പിന്നെ വണ്ടിയുടെ ഫ്രണ്ടിലും ബാക്കിലും ടയർ മോട്ടോഡിയാണ്, MRFിൻ്റെ തന്നെ. ഗൈസ്, ഇപ്പോൾ ജോംചാൻ്റെ അടുത്താണ് വണ്ടിയുടെ ഇലക്ട്രിക്കൽ സൈഡ് ക്ലിയർ ചെയ്യുന്നത്. സോ ഇവിടെ ഒരു രാജസ് ബോബി ഇരിക്കുന്നുണ്ട്, നമ്മുടെ സുഹൃത്ത് ജാനിഷ് ബായുടെ വണ്ടിയാണ്. സോ ഇതും നമ്മുടെ ഒരു സുഹൃത്ത് ജെറോമാറ്റിൻ്റെ 350 ട്വിന്നാണ്, SD. സോ ആശാൻ പണിത വണ്ടിയുടെ രൂപം ഇപ്പോൾ ഇതാണ്. ജോമച്ചേട്ടൻ ഇലക്ട്രിക്കൽ സൈഡ് മൊത്തം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ബാറ്ററി ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സീറ്റും ഹെഡ് ലാമ്പും മൂടിയിട്ടേക്കുന്നതാണ്. പിന്നെ വണ്ടിയുടെ സീറ്റ് എന്ന് പറയുമ്പോൾ റെഡിമെയ്ഡാണ്. സോ അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ആ ഒരു ഷേപ്പ് മൊത്തത്തിൽ ഷോക്കായിപ്പോയി സീറ്റ് വെച്ചപ്പോൾ. വണ്ടിയുടെ ഓണർ ഈ സീറ്റ് മതി എന്ന് പറയുമ്പോൾ ആശാന് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വണ്ടിയുടെ ഓണർ എത്തിയിട്ടുണ്ട്. അടിമാലിയിലെ പോലീസുകാരനാണ് പുള്ളി. 25 കൊല്ലം വണ്ടി വെറുതെ ഇരിക്കണായിരുന്നു. ഇപ്പോഴത്തെ വണ്ടി ഫുള്ളും പണിത് ഇറക്കണേണ്. നാളത്തേക്ക് ടെസ്റ്റാണ്. പിന്നെ നമ്മുടെ ആശാൻ്റെ ടൈമിംഗ് സെറ്റ് ചെയ്യുന്നതാണ്, ഇവിടെ ഫൈൻ ട്യൂണിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഇതാണ് വണ്ടിയുടെ ഒരു ഓവറോൾ ലുക്ക്. ടെയിൽ ലൈറ്റ് ഗ്ലാസും കൂടെ പിടിപ്പിക്കാനുണ്ട്. ഇത് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വണ്ടിയാണ്, KER, ചാലക്കുടിയിലുള്ള. ഇതാണ് നമ്മുടെ ആശാൻ്റെ ഒരു ഗ്യാരേജിലൊരു ഓവറോൾ ലുക്ക്. പിന്നെ ഈ വണ്ടിയാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത്. കഴിഞ്ഞ വീഡിയോയിലല്ല, കഴിഞ്ഞ ഡേ 1 കണ്ടത്. ആശാൻ്റെ ഫൈൻ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഇതിൽ സ്റ്റാൻഡേർഡ് സിലിണ്ടർ പിസ്റ്റണും എടുക്കുന്നത് ഓപ്ഷനിൽ. പൊളിച്ച് വേറെ ലെവൽ ഗൈസ്. അടിപൊളി. ആശാൻ ഫൈൻ ട്യൂണിങ് ഒക്കെ കഴിഞ്ഞു. ഇത് ആശാൻ്റെ ഒരു ട്രയൽ റൈഡ് ഉണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ആശാൻ എൻജിൻ കവറൊക്കെ ക്ലോസ് ചെയ്ത് നേരെ കൊടുത്തിട്ട് പോകും. വർഷം ചുമ്മാരിക്കും. 25 വർഷമായി സർവീസ് കയറിയിട്ട്. 25-26 വർഷമായി അല്ലേ? അത്ര നാളെ കയറിയിരിക്കല്ലേ? അത് ശരി. അപ്പോൾ ഗൈസ്, ഇതേ വണ്ടിയുടെ ട്രയൽ റൈഡൊക്കെ കഴിഞ്ഞു. ഇതേ ബിനുവാശാൻ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുക്കുവാണ്. പുള്ളി 25 വർഷങ്ങൾക്ക് ശേഷമല്ലേ വണ്ടി ഇപ്പോൾ ഓടിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു റൈഡിങ് കംഫോർട്ടല്ല, റൈഡിങ് അത് ഒന്ന് കൈ അണങ്ങാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതിനെ പറ്റിയൊക്കെ ഒന്ന് സെറ്റാക്കണതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ. എടാ ഓണം എത്ര പൊട്ടാ